Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Okay, good morning, Morning. Shruti. Okay, Rashida. Needu, good morning. Okay. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? മഴയൊക്കെ തുടങ്ങിയില്ലേ? മഴയൊക്കെ പെയ്തില്ല അങ്ങോട്ടേക്ക് എല്ലായിടത്തും? അതെ അതെ, നല്ല മഴയാ. നല്ല മഴയാണ്. ഇവിടെ അതെ നല്ല മഴ തുടങ്ങി. മിസ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? പിന്നെന്താ കഴിച്ചിട്ടാ വന്നത്? രാവിലെ ഇവിടെ എത്തണല്ലോ, അപ്പൊ ഞാൻ നേരത്തെ കഴിക്കും. ഒരു 8:30 ആകുമ്പോഴേക്കും രാവിലത്തെ ഫുഡൊക്കെ കഴിക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സുഖാണ് സാർ. സുഖമായിട്ടിരിക്കുന്നു. പുതിയ വിശേഷങ്ങളൊന്നുമില്ലേ പറയാൻ? വിശേഷല്ലേ? സാധാരണ പോലെ പോണു അല്ലേ? അങ്ങനെയാണോ? അതെ മിസ്. പിന്നെ നമുക്ക് ചെറിയൊരു ക്വസ്റ്റ്യൻ ഒരു റിവിഷൻ പോലെ നമുക്ക് ചെയ്യാം കേട്ടോ ഇനിയുള്ള ക്ലാസ്സുകളില്. അപ്പോ ഇത് നമ്മൾ പറഞ്ഞിരുന്നത് ഞാൻ 5th മൊഡ്യൂളില് ഒരു ചാപ്റ്റർ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് HRM സ്പെസിമെൻസ് ഓഫ് ഇന്റർവ്യൂ പാനൽ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കാം. വായിക്കുന്നില്ല, നമുക്ക് തന്നെ ഒന്ന് ഓർത്തെടുക്കാം. ഞാൻ ഓർത്തെടുക്കുമ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലോട്ട് അതൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത് കൂടെ ഒന്ന് ആലോചിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ആ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? HRM സ്പെസിമെൻസ് ഓഫ് ഇന്റർവ്യൂ പാനൽ, എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അല്ലെ? ഓക്കെ, നമുക്കറിയാം ഒരു സ്ഥാപനത്തിന്റെ അവിടുത്തെ വർക്ക് ഫോഴ്സ് എന്നറിയപ്പെടുന്ന വിഭാഗമാണ് അല്ലെ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസ്. ആ ചാപ്റ്ററിൽ ആദ്യം തന്നെ പഠിച്ച കൺസെപ്റ്റ് എന്തായിരുന്നു? ബോത്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് എന്നാണ് നമ്മൾ പഠിച്ചത്. രണ്ടും ഒരുപോലെ മുന്നോട്ട് പോകേണ്ട കാര്യമാണ് അല്ലെ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും ഒരുപോലെ മുന്നോട്ട് പോകേണ്ട കാര്യമാണ്. രണ്ട് പഠിക്കും പോകേണ്ട കാര്യമില്ല. അന്ന് നമ്മൾ പറഞ്ഞു ഒരു ഓടുന്ന കാറിനോടാണ് നമ്മൾ അതിനെ കമ്പയർ ചെയ്തത് അല്ലെ? അതെ, ഇപ്പൊ ഒരു കാർ ഓടിക്കണമെങ്കിൽ അതിനൊരു സ്റ്റിയറിംഗ് വേണം, ഒരു ഡ്രൈവർ വേണം, അത് അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ ആ 4 വീലുകൾ എന്ന് പറയുന്നത് അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ഓർത്താൽ മതി അല്ലെ? വീലുകളില്ലാതെ കാറിന് ഓടിക്കാൻ പറ്റുമോ? ഓടിക്കാൻ പറ്റില്ല അല്ലെ? എന്ന് പറഞ്ഞാല് രണ്ടും ഒരുപോലെ എന്താണ് മുന്നോട്ട് പോകേണ്ട കാര്യമാണ്. അഡ്മിനിസ്ട്രേഷൻ ഒരു വഴിക്ക്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വേറൊരു വഴിക്ക് പോയാൽ ഒരിക്കലും ആ സ്ഥാപനം നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെ? അപ്പൊ ആ ഒരു കാര്യം നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഹാൻഡിക്കേപ്ഡ് ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇൻഇഫക്റ്റീവ് ആണ് വിതൗട്ട് ദ കൺട്രോൾ ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ? ഹ്യൂമൻ റിസോഴ്സസിൽ ഒരു ശരിയായ കൺട്രോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അഡ്മിനിസ്ട്രേഷനെ ശരിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. രണ്ടും ഒരുപോലെ പോകേണ്ട കാര്യമാണ്. അത് ഇപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഒരു ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ അവിടെ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ, 2 ടൈപ്പ് അഡ്മിനിസ്ട്രേഷൻ എന്ന് അവിടെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അല്ലെ? അതായത് എന്തായിരുന്നു? പ്രൊഫഷണൽ ഡിസ്പ്യൂട്ട് ഇൻ കേസ് ഓഫ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷനും അതുപോലെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ? മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അത് ഡീൽ ചെയ്യുന്നത് എന്താണ്? ക്ലിനിക്കൽ ടെക്നിക്കൽ പേഴ്സൺസും ആയിട്ടാണ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ പോകുന്നത്. ജനറൽ അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് പോകുന്നത് ഈ പറയുന്ന ജനറൽ മീൻസ് ക്ലിനിക്കൽ അല്ലാത്ത കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ. മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഡോക്ടേഴ്സ്, നഴ്സസ് അല്ലെ, അവരെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ രണ്ടും ഒരുപോലെ പോകണം, എന്നാലാണ് ഹോസ്പിറ്റലിൽ നന്നായിട്ട് പോകുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞു. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് സെക്ടറിന് അല്ലെ അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരുപോലെ മുന്നോട്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവരാണിത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അവരുടെ സ്കില്ല്, അവരുടെ നോളജ്, അവരുടെ എബിലിറ്റി എല്ലാം തന്നെ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെ നമ്മൾ എന്ത് പറയുന്നു? ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നു. ഹ്യൂമൻ റിസോഴ്സസിന് ഉപയോഗിക്കുന്ന മറ്റു പേരുകൾ എന്തൊക്കെയായിരുന്നു? ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചു പോകേണ്ട കാര്യങ്ങൾ അല്ലെ? എന്തൊക്കെയായിരുന്നു? മാൻ പവർ അല്ലെ, ലേബർ, പേഴ്സണൽ, അസോസിയേറ്റ്, സിംപ്ലി പീപ്പിൾ എന്നൊക്കെ സൂചിപ്പിക്കുന്നത് ആരെയാണ്? ഹ്യൂമൻ റിസോഴ്സസ്
ചെയ്യുന്നതാണ് അല്ലെ. ഇതാണ് നമ്മൾ ഫസ്റ്റ് പേജിൽ പഠിച്ച കാര്യം. പിന്നെ സെക്കൻഡ് പേജിലോട്ട് വന്നപ്പോൾ നമ്മുടെ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്ന് പറഞ്ഞു. ഹ്യൂമൻ റിസോഴ്സ് മാനുവലിൽ നമ്മളൊരു പ്രത്യേക പേരിലാണ് വിശേഷിപ്പിച്ചത്, ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു അത്? ബൈബിൾ ഓഫ് HR അല്ലെ. പലതവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ബൈബിൾ ഓഫ് HR എന്നറിയപ്പെടുന്നത് എന്താണ്? ഇതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ ആണ്. ബിക്കോസ് നമുക്കറിയാം ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് നമ്മൾ കണ്ടു അല്ലെ. അതായത് പ്രീ റിക്രൂട്ട്മെന്റ് ഫേസ് തൊട്ട് പോസ്റ്റ് എക്സിറ്റ് വരെയുള്ള ഒരു ജീവനക്കാരന്റെ ഒരു സ്ഥാപനത്തിലുള്ള ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനുവലിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരെ മാനേജ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും മറ്റു പ്രിൻസിപ്പിൾസും പ്രവർത്തന രീതികളും എല്ലാം തന്നെ കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെട്ട ഒരു രേഖയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ. അത് മറ്റു ഈ പറയുന്ന എന്താണ് അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഒരു ഗൈഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബുക്ക് തന്നെയാണ് നമുക്ക് പറയാം അല്ലെ. അതുകൊണ്ട് തന്നെയാണ് അതിന് ബൈബിൾ ഓഫ് HR എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത്രയും കാര്യങ്ങള് ഓക്കെയാണ്. പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഫേസസ് ഓഫ് HR അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ വരുന്ന 4 ഘട്ടങ്ങള്. ആ 4 ഘട്ടങ്ങൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. പ്രീ റിക്രൂട്ട്മെന്റ്, റിക്രൂട്ട്മെന്റ്, പോസ്റ്റ് റിക്രൂട്ട്മെന്റ്, പോസ്റ്റ് എക്സിറ്റ്. നമ്മൾ ആ ചാപ്റ്ററിൽ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് ശരിക്കും പഠിച്ചത് എന്തിനെ പറ്റിയാണ് അറിയോ? പ്രീ റിക്രൂട്ട്മെന്റിനെ പറ്റിയാണ് കൂടുതൽ നമ്മൾ പഠിച്ചത്. പ്രീ റിക്രൂട്ട്മെന്റും പറഞ്ഞു, റിക്രൂട്ട്മെന്റും പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് റിക്രൂട്ട്മെന്റ്, പോസ്റ്റ് എക്സിറ്റിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ പ്രീ റിക്രൂട്ട്മെന്റിനെ പറ്റിയിട്ട് റിക്രൂട്ട്മെന്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. പ്രീ റിക്രൂട്ട്മെന്റിൽ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഒരു പ്രീ റിക്രൂട്ട്മെന്റ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സെന്റൻസ് ഓർക്കുന്നുണ്ടോ? പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഇനീഷ്യലി സ്റ്റാർട്ട്സ് when HR manager or administrator is intimated by the head of the department. അതത് ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്ന വേക്കൻസികള് HR മാനേജർ അഥവാ അഡ്മിനിസ്ട്രേറ്റർ വഴി അറിയിക്കുമ്പോഴാണ് ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു വേക്കൻസി വരികയാണ്. ആ വേക്കൻസിയെ പറ്റിയിട്ട് അതത് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡുകള് ആരെ അറിയിക്കുകയാണ്? HR മാനേജർ അഥവാ HR അഡ്മിനിസ്ട്രേറ്ററിനെ അറിയിക്കുന്നത് തൊട്ടാണ് പ്രീ റിക്രൂട്ട്മെന്റ് ഫേസ് ആരംഭിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് അല്ലെ. ഓക്കെ, പിന്നെ ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെയൊക്കെ വേക്കൻസികൾ ഉണ്ടാകാം അതും നമ്മൾ പറഞ്ഞു പോയൊരു കാര്യമാണ്. എങ്ങനെയൊക്കെ വേക്കൻസികൾ ഉണ്ടാവാം? ഒരു പുതിയൊരു ഹോസ്പിറ്റലാണ്, അവിടെ ഇഷ്ടം പോലെ വേക്കൻസികൾ ഉണ്ടാവാം, അത് നമുക്കറിയാം അല്ലെ. അതേസമയം ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ എങ്ങനെയൊക്കെ വേക്കൻസികൾ ഉണ്ടാകാം? എങ്ങനെയൊക്കെ ഉണ്ടാവും നമ്മൾ പറഞ്ഞു. ഒന്നുകിൽ പെട്ടെന്ന് ഒരു കൂട്ടരാജിയുടെ പേരിൽ ഒരുപാട് വേക്കൻസി വരാം. അതൊക്കെ ഓരോ പോയിന്റുകളായിട്ട് നമ്മൾ അന്ന് പഠിച്ചതാണ് കേട്ടോ. ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. വേക്കൻസീസ് can arise due to many reasons. It may be due to the shortage of existing staff അല്ലെ. When the patient range is on the higher side. അതുപോലെ it may be due to the group resignation or termination അല്ലെ. പിന്നെ എന്താണ്? Due to the addition of multiple departments or an additional facility or a sub-unit അല്ലെ. അതുപോലെ തന്നെ it may be due to the opening of satellite centers, regional centers or branches or even outlets in the form of a joint ventures or company directly owned centers. 4 റീസൺസ് നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതൊക്കെ നിങ്ങൾ വായിക്കും, ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ഞാൻ വെറുതെ നിങ്ങളൊന്ന് മനസ്സിലേക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. പറഞ്ഞിട്ട് നിങ്ങൾ ഇനി പഠിക്കുമ്പോഴും നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ച് അയച്ചു പോകണം കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ആ രീതിയിലൊക്കെ വേക്കൻസി ഉണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് റിക്വസ്റ്റ് ഫോർ ടാലന്റ് അക്വിസിഷൻ, അതൊരു പ്രൊസീജിയർ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചു അല്ലെ. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞല്ലോ, അതത് ഡിപ്പാർട്ട്മെന്റ് ഹെഡുകൾ ആരെ അറിയിക്കുന്നു? HR മാനേജറിന് ഇന്റന്റ് കൊടുക്കുന്നു. അത് വെറുതെ വാക്കാനാണോ ഇന്റന്റ് കൊടുക്കണം? ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഒഴിവുണ്ട് കേട്ടോ, ഇന്ന ആളിലേക്ക് ഇന്ന വാക്കൻസി ഫില്ല് ചെയ്യണം എന്ന് നമ്മൾ വാക്കാൽ പറയാണോ ചെയ്യുന്നത്? അല്ല, അതിന് വളരെ ഒഫീഷ്യൽ രീതിയിലാണ് നമ്മൾ പറയുന്നത് അല്ലെ. അതിന് നമ്മൾ HR മാനുവലിൽ കൃത്യമായിട്ടുള്ളൊരു പ്രിസ്ക്രൈബ്, അതാണ് ഇന്റന്റ് ഫോം എന്ന് പറയുന്നത് അല്ലെ. ടാലന്റ് റിക്വസ്റ്റ് ഫോർ ടാലന്റ് അക്വിസിഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രത്യേക രീതിയിലായിരിക്കണം, ഫോർമൽ ആയിട്ട് വേണം നമ്മളത് അറിയിക്കാനായിട്ട്. അപ്പൊ നമുക്കറിയാം അതത് ഡിപ്പാർട്ട്മെന്റ് ഹെഡും റിപ്പോർട്ടിംഗ് ഓഫീസറും അവരുടെ സൈനോട് കൂടിയിട്ടുള്ള ഒരു ഇന്റന്റ് ഫോം ആണ് ആരുടെ കയ്യിലേക്ക് എത്തേണ്ടത്? HR മാനേജറുടെ കയ്യിലോട്ട് എത്തേണ്ടത്. ഇനി HR മാനേജറുടെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുകയാണോ ചെയ്യുക? അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? അല്ല. പിന്നെ എന്ത് ചെയ്യും അവര്? ആദ്യം തന്നെ അതിന്റെ ജെനുവിനിറ്റി പരിശോധിക്കുന്ന പറയുന്നത്
അല്ലെ? ജെന്യുവിനിറ്റി പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ ആദ്യം എന്ത് നടത്തും? ഒരു ഇന്റേണൽ ഓഡിറ്റ് നടത്തും. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് കണക്കെടുപ്പ് കാര്യങ്ങളുള്ള അർത്ഥത്തിലല്ല, പിന്നെന്താണ്? പരിശോധന എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ ഇന്റേണൽ ഓഡിറ്റ് നടത്തും. അതായത് വന്ന ആ ഒരു ആവശ്യം, ഒരു വാക്കൻസി ഉള്ളത് ഫില്ല് ചെയ്യണം എന്ന് പറഞ്ഞ് അവരുടെ മുമ്പിലോട്ട് വന്നിട്ടുള്ള ആ ഒരു ഇന്റർവ്യൂവിന്റെ ആധികാരികത പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവര് എന്ത് നടത്തുന്നത്? യെസ്, ഒരു ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, ഇന്റേണൽ ഓഡിറ്റ് നടത്തി അടുത്ത സ്റ്റെപ്പില് അത് ജെന്യുവിൻ ആണെന്ന് ബോധ്യപ്പെട്ടാൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? അപ്പോഴും റിക്രൂട്ട്മെന്റ് ഓടിപ്പോയി ചെയ്യാണോ ചെയ്യാം? അല്ല, പകരം എന്ത് ചെയ്യും? അവരുടെ സഹപ്രവർത്തകരുമായിട്ട് മറ്റുള്ള എന്താ പറയാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് അവര് ഡിസ്കസ് ചെയ്യും അല്ലെ? അവർ ഡിസ്കസ് ചെയ്തിട്ട് ആദ്യം തന്നെ അവർ എന്താ ചെയ്യാ? ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ എക്സസ് ആയിട്ട് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ആദ്യത്തെ ഓപ്ഷൻ അല്ലെ? ബിക്കോസ് എന്തുകൊണ്ടായിരിക്കും? നമ്മൾ പുതിയൊരു റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ അതിന് എക്സ്പെൻസ് വളരെ കൂടുതലാണ്. എക്സ്പെൻസ് മാത്രമല്ല, ടൈമും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെലവുണ്ട് അല്ലെ? അപ്പൊ അതിന് പകരം ആദ്യം എന്താ ചെയ്യുക? ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ എക്സസ് ആയിട്ട് ജീവനക്കാർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ യോഗ്യരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ നിലവിലെ വാക്കൻസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനാണ് ശ്രമിക്കുക അല്ലെ? ഓക്കെ, അപ്പൊ അതാണ് ആദ്യത്തെ ഓപ്ഷൻ അല്ലെ? ഓക്കെ, അപ്പൊ അത് നമ്മൾ പറഞ്ഞു, അത് നമ്മൾ വെറുതെ ട്രാൻസ്ഫർ ചെയ്യാനോ ചെയ്യാം? അല്ല, പേഷ്യന്റ് സ്റ്റാഫ് റേഷ്യോ ഒക്കെ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി അതുകൂടെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ആ ട്രാൻസ്ഫർ നടത്തുന്നത്. ഒരു കഥ പോലെ ഓർക്കണം കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു അങ്ങനെ ഒരു നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അല്ലെ, അതായത് നമ്മൾ പുതിയ റിക്രൂട്ട്മെന്റ് ചെയ്തില്ല, നിലവിലുള്ള ആളുകളെ വെച്ച് തന്നെ നമ്മൾ അത് എന്താണ് കറക്റ്റ് ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് പുതിയ റിക്രൂട്ട്മെന്റ് നമ്മൾ അവിടെ ചെയ്യില്ല. അപ്പൊ ഇന്ത്യന്റെ വീണ്ടും ഒരു കപ്പിൾ ഓഫ് മന്ത്സ് നീണ്ടുപോകാം. എമർജൻസി കേസ് വരുമ്പോഴാണ് നമ്മൾ ഉടനടി എന്ത് ചെയ്യുന്നത്? റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. പിന്നെ സാധാരണ നമ്മൾ റിക്രൂട്ട്മെന്റ് ഒരു മാസത്തിൽ വരുന്ന ഒഴിവുകളെല്ലാം തന്നെ ഒരുമിച്ചാക്കി ഒരു മാസത്തിൽ നമ്മളെല്ലാം ഒരു ഷെഡ്യൂൾ ചെയ്തിട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അല്ലെ? ഒരുമിച്ച് നമ്മൾ കളക്ട് ചെയ്തിട്ടാണ് എല്ലാം കൂടെ നമ്മളൊരു റിക്രൂട്ട്മെന്റും മറ്റും ഷെഡ്യൂൾ ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് അവിടെ മനസ്സിലാക്കി. ഇന്ത്യൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? റിക്വസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വായിക്കുമ്പോ ആരുടെ സൈനോട് കൂടിയിട്ടുള്ള ഫോമാണ്, ഇന്ത്യൻ ഫോമാണ് HR മാനേജറിന്റെ എടുത്തിട്ടുള്ളത്. അത് എന്താണ് HR ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ടിംഗ് ഓഫീസർ. അങ്ങനെയുള്ളതൊക്കെ മനസ്സിലാക്കി വായിച്ചു പോകണം. ഇനി പറയുന്ന കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് നിങ്ങൾ അന്ന് പഠിച്ചിട്ടുള്ളവരും വായിച്ചിട്ടുള്ളവർക്കും കുഴപ്പമില്ല. അപ്പൊ ഇത് വായിക്കുക. ഇനി വായിക്കാത്തവരുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം അത് വായിക്കാനായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിന്റെ ഒരു മോഡൽ പഠിച്ചു. ഒരു കാര്യം കൂടെ പറയാം, നമ്മൾ ആ ഒരു ചാപ്റ്ററിനകത്ത് കുറെ മോഡലുകൾ പഠിക്കുന്നുണ്ട്. ഇന്റന്റിന്റെ മോഡൽ പഠിക്കുന്നുണ്ട്, അതുപോലെ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിന്റെ മോഡൽ പഠിക്കുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യന്റെ മോഡൽ, അപ്പോയിന്റ്മെന്റ് ഓഫർ, അതുപോലെ തന്നെ ജോയിനിങ് മോഡൽ അല്ലെ? ഇതിന്റെയൊക്കെ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? മോഡലുകൾ പഠിക്കുന്നുണ്ട്. ഈ മോഡലുകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നിസ്സാരം എന്ന് തോന്നും, പക്ഷെ അതിൽ ഓരോന്നിലും ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത് അല്ലെ? എല്ലാം കാണാപ്പാടെ പഠിക്കുന്നതല്ലേ, ഏകദേശം അറിയണം. പക്ഷെ അത് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളാവില്ല നമ്മളൊരു അപ്പോയിന്റ്മെന്റ് ഓഫറിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങൾ അത് പ്രത്യേകം മോഡലല്ലേ ഇത് പഠിക്കേണ്ടതോ എന്ന് അങ്ങനെയല്ല, മോഡൽ നിങ്ങൾ മനസ്സിലാക്കി പോകും കേട്ടോ. എങ്ങനെയുള്ള ലാംഗ്വേജ് ആണ്, ഒഫീഷ്യൽ ലാംഗ്വേജ് ആണോ, സല്യൂട്ടേഷൻ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് അങ്ങനെ വേണം കേട്ടോ അത് പഠിക്കാനായിട്ട്. ഫോം വെറുതെ വായിച്ചു പോകരുത്. എന്തൊക്കെയാണെങ്കിലും ഉൾപ്പെടുത്തി, ചിലത് ആ ഫോമിന്റെ ഉള്ളിൽ നിന്ന് തന്നിട്ട് ഏത് ഫോമിൽ ഉൾപ്പെടുത്തണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. ആ രീതിയിൽ പഠിക്കാം. ദെൻ നമ്മൾ അടുത്തത് പഠിച്ചത് ഹൗ ടു എക്വയർ എംപ്ലോയീസ്. ഒരു സ്ഥാപനത്തിലൂടെ നമുക്ക് എങ്ങനെയൊക്കെ ജീവനക്കാരെ ലഭിക്കാം, അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 8 പോയിന്റുകൾ നമ്മൾ അതിനകത്ത് പഠിക്കുന്നുണ്ട്. ഓർക്കുന്നുണ്ടല്ലോ, നമുക്ക് എങ്ങനെയൊക്കെ ഒരു സ്ഥാപനത്തിലൂടെ എംപ്ലോയീസിനെ കിട്ടും? എങ്ങനെയൊക്കെ കിട്ടും? എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്ക് ഓർമ്മയുണ്ടല്ലോ. അതായത് നമ്മളിപ്പോ ഒരു അഡ്വർടൈസ്മെന്റ് ഒന്നും കൊടുക്കണമെന്നില്ല, ഓൾറെഡി തന്നെ എന്താ ചിലപ്പോൾ യോഗ്യരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ CV അയക്കും, മെയിൽ അയക്കും, ചിലപ്പോൾ നേരിട്ട് വന്ന് കൊണ്ടു കൊടുക്കും. അപ്പൊ അവര് സോഫ്റ്റ് കോപ്പി ആയിട്ട് ഹാർഡ് കോപ്പി ആയിട്ട് അത് സൂക്ഷിച്ചു. അങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ CVകൾ അവർക്ക് കിട്ടും അല്ലെ? പിന്നെ നമ്മൾ പറഞ്ഞത് പേഴ്സണൽ റെഫറൻസ് ഓഫ് മാനേജ്മെന്റ് ഓഫ് സ്റ്റാഫ് അല്ലെ? യെസ്, അവിടെയുള്ള സ്റ്റാഫുകളുടെ മാനേജ്മെന്റിന്റെ പേഴ്സണൽ റെഫറൻസോട് കൂടി അങ്ങനെ ചെയ്യുമ്പോഴത്തെ ഒരു ഗുണം നമ്മൾ പറഞ്ഞു. എന്താണ്? ഇപ്പൊ ഞാൻ
ഞാൻ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്, അവിടെ ഒരു വാക്കൻസി വരികയാണ്. ഞാൻ നിങ്ങളിൽ ആരെങ്കിലും ഞാൻ റെക്കമെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കാം. തീർച്ചയായിട്ടും എനിക്കറിയാം ആ ഒരു വാക്കൻസിയിലെ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരാളെ ആയിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ബിക്കോസ് എനിക്കറിയാം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന വ്യക്തി ഇവിടെ അപ്പോയിന്റ് ചെയ്ത് എന്തെങ്കിലും മിസ്ബിഹേവ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അത് എന്നെ ആയിരിക്കും ബാധിക്കാം. ഞാനാണല്ലോ റെക്കമെൻഡ് ചെയ്തത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ പേഴ്സണൽ റെഫറൻസ് ചെയ്യുമ്പോഴത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ റെക്കമെൻഡ് ചെയ്യുന്ന വ്യക്തി അവര് വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ആളായിരിക്കും റെക്കമെൻഡ് ചെയ്യുക. കാര്യം എന്താന്ന് വെച്ചാൽ വരുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്ബിഹേവും മിസ്കണ്ടക്റ്റും ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് വരാൻ പോകുന്ന റെക്കമെൻഡ് ചെയ്ത വ്യക്തിക്കായിരിക്കും. അപ്പൊ അത് മുന്നിൽ നിർത്തിക്കൊണ്ടായിരിക്കും ഒരാള് റെക്കമെൻഡ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ നോട്ടീസ് ബോർഡ്, അല്ലെ? നോട്ടീസ് ബോർഡ് വഴിയായിട്ട് പബ്ലിക് റിലേഷൻസിനൊക്കെ എന്ത് ചെയ്യാം, അങ്ങനെയും ധാരാളം ഇത് ലഭിക്കും, ആപ്ലിക്കേഷൻസ് ലഭിക്കും. പ്രൊഫഷണൽ കൺസൾട്ടൻസുകൾ വഴിയായിട്ട് ധാരാളം ആപ്ലിക്കേഷൻസ് ലഭിക്കാം. അതുപോലെ വാക്കിൻ കാൻഡിഡേറ്റ്സ്. വാക്കിൻ കാൻഡിഡേറ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, അതായത് പ്രത്യേകിച്ച് നമ്മൾ പ്ലാൻ ചെയ്യാതെ തന്നെ നമുക്ക് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ആ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. അങ്ങനെയൊക്കെ CV ലഭിക്കാം. സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്, ഓൺലൈൻ ജോബ് സൈറ്റ്, അഡ്വർടൈസ്മെന്റ്. അത് പഠിക്കുമ്പോൾ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ അകത്ത് പ്രത്യേകതയുണ്ട്. ഹോസ്പിറ്റൽ ഒരിക്കലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസുകൾ അധികം ഉപയോഗിക്കാറില്ല എന്നാണ് നമ്മൾ അവിടെ പഠിച്ചിട്ടുള്ളത്. ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ളതിലൊന്നും ഒരിക്കലും ഹോസ്പിറ്റലുകാർ അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയാസ് അധികം ഉപയോഗിക്കാറില്ല അവരുടെ മാർക്കറ്റിംഗ്. അവരുടെ മാർക്കറ്റിങ്ങിന് അവർ ഉപയോഗിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് SEM, ഓർമ്മയുണ്ടല്ലോ, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗും സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. കേട്ടോ, അതൊക്കെ വായിക്കുമ്പോൾ മനസ്സിൽ പോകണം. സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗും സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനും, അത് രണ്ടുമാണ് അവര് മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ ഓൺലൈൻ ജോബ് സൈറ്റുകൾക്ക് എക്സാമ്പിളുകൾ പഠിച്ചു വെക്കാം. ഇന്ത്യയുടെ ഷൈൻ, നൗക്കരി, ഇതൊക്കെ നിങ്ങൾ അല്ലാതെയും കേട്ടിട്ടുണ്ടാവും. അതൊക്കെ എക്സാമ്പിളുകളാണ് പഠിച്ചു വെക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അഡ്വർടൈസ്മെന്റിന്റെ കാര്യം, എപ്പോഴും നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കാം. നമ്മൾ ഈ പറഞ്ഞ രീതിയിലൊന്നും നമുക്ക് വേണ്ടത്ര CVകൾ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുക എന്ന് പറയുന്നത്, അല്ലെ? പിന്നെ നമ്മളൊരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പല കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് അഡ്വർടൈസ്മെന്റ് കൊടുക്കണേ. ഇപ്പൊ പെട്ടെന്ന് ജോലി ആവശ്യമുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ അന്നേ ദിവസം തന്നെ അത് CV ആയിരിക്കും. അത്രയും ജോലി അത്യാവശ്യമുള്ള ആളുകളാണെങ്കിൽ അതൊരു കാറ്റഗറി ഓഫ് ആളുകളുണ്ട്, അല്ലെ? അതുപോലെ തന്നെ വേറൊരു കാറ്റഗറി എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഓൾറെഡി ജോലി ഉണ്ടാവും, കുറച്ചുകൂടി ഒരു ബെറ്റർ കരിയർ അവര് ഓപ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ, മാറാൻ ഉദ്ദേശിക്കുന്നതിൽ അങ്ങനെയുള്ള ആളുകള് ചിലപ്പോൾ അഡ്വർടൈസ്മെന്റ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാല് ചിലപ്പോൾ 1-2 ദിവസങ്ങൾക്കുള്ളിൽ മാത്രമായിരിക്കും അവര് അതിന് റിപ്ലൈ കൊടുക്കുന്നുള്ളൂ. ഇനി മൂന്നാമതൊരു വിഭാഗം കാൻഡിഡേറ്റ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി നല്ല പ്രൊഫൈൽ ജോലിയിൽ ഇരിക്കുന്ന ആളുകളായിരിക്കും. അവർക്ക് കുറെ കൂടെ ഹൈ പ്രൊഫൈൽ, ഹൈ കരിയർ ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കുന്ന അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. അവരെന്താ ചെയ്യാം, അവര് ചിലപ്പോൾ അതിനെ പറ്റി അന്വേഷിക്കും, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതിനു ശേഷം മേബി 1 വീക്കിനുള്ളിലായിരിക്കും അവരെന്ത് ചെയ്യുന്നുണ്ടാവാം, അതിനൊരു CV അയക്കുന്നുണ്ട്. അങ്ങനെ പല വിഭാഗത്തിലുള്ള ആളുകളെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടായിരിക്കും അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, അതും നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാട്ടെ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി പോകേണ്ട കാര്യമുള്ളൂ. അപ്പൊ പൊതുവെ ഒരു 10-15 ദിവസം ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്, അല്ലെ? എല്ലാ വിഭാഗ ആളുകളെയും നമ്മൾ കൺസിഡർ ചെയ്യണല്ലോ. അപ്പൊ അത്രയും മനസ്സിലായി. പിന്നീട് നമ്മൾ കണ്ടത് അപ്പൊ ഇങ്ങനെയൊക്കെ എംപ്ലോയീസിനെ അക്വയർ ചെയ്യാം എന്നുള്ള പോയിന്റുകൾ പഠിച്ചു വെക്കാം കേട്ടോ. അത് കഴിഞ്ഞ് അതിനെ തുടർന്ന് നമുക്കറിയാം ഈ മാർഗങ്ങളിലൂടെയൊക്കെ നമുക്ക് എന്ത് കിട്ടി, ധാരാളം CVകൾ കിട്ടി. പിന്നെ നമ്മൾ അടുത്തത് എന്താ ചെയ്യാം, അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, അല്ലെ? ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ഉപയോഗിക്കുന്നു അത് നമ്മൾ നോട്ട് ചെയ്യണം. എന്തൊക്കെ പാരാമീറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന്, എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻ, സാലറി റേഞ്ച്, ടെസ്റ്റിമോണിയൽസ്, പേഴ്സണാലിറ്റി, ജോയിനിങ് ടൈം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതെന്ന് പറഞ്ഞാൽ കോമൺ പാരാമീറ്റേഴ്സ് ആണ്. ഇതിലുപരി ഒരുപാട് പാരാമീറ്റേഴ്സുകളും നമുക്ക് ഉപയോഗിക്കാം. എന്തുകൊണ്ട് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, എന്തിനാ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇന്റർവ്യൂ പ്രോസസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 700 ആപ്ലിക്കേഷൻസ് വന്നിട്ടെന്ന് പറഞ്ഞ് 700 പേരെ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, അല്ലെ? നമ്മളിപ്പോഴും എന്താ ചെയ്യാ, നമ്മുടെ വാക്കൻസിയുടെ ഒരു 3-4 മടങ്ങ്, അത് പ്രത്യേകം അവിടെ പറയുന്നുണ്ട് കേട്ടോ. റിക്വയർമെന്റ് ഫോർ റൈസ് ദ റിക്വയർമെന്റ് ഓഫ് 4 ടൈംസ്, എത്ര മടങ്ങ്, 3 അല്ലെങ്കിൽ 4 ടൈംസ്, അത്രയും ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുക. ഷോർട്ട് ലിസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില പാരാമീറ്റേഴ്സുകളും കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഒന്ന് നോക്കുക. അപ്പൊ അതും കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് എന്താണ് നമ്മൾ പറഞ്ഞത്, ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് നമുക്കറിയാം ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്.
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തിന് വരുന്നതാ? പ്രീ റിക്രൂട്ട്മെന്റ് ഫേസിൽ വരുന്നതാണ്. ഇന്റർവ്യൂ നടത്തുന്നതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ എന്തിനെ തീരുമാനിക്കണം? ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ തീരുമാനിക്കണം. ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ നമ്മൾ ആദ്യം വാക്കാൽ അറിയിക്കണം, അതിനുശേഷം രേഖാമൂലം നമ്മൾ അറിയിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇന്റർവ്യൂ പാനലിനെ തീരുമാനിക്കുമ്പോൾ നമ്മൾ അതിനു മുമ്പ് പഠിക്കേണ്ട കാര്യം കാറ്റഗറി ഓഫ് കാൻഡിഡേറ്റ് ആണ്. അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മളൊരു ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ തീരുമാനിക്കുന്നതിന് മുമ്പ് ആദ്യം ഏത് കാറ്റഗറിയിലേക്കാണ് ഇന്റർവ്യൂ നടത്തേണ്ടത് എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ കാൻഡിഡേറ്റ്സിനെ പ്രധാനമായിട്ടും 3 കാറ്റഗറി ആയിട്ട് തിരിച്ചതായിട്ട് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു അത്? 3 സെഗ്മെന്റ് ഓർക്കുന്നുണ്ടല്ലോ. ലോവർ കാറ്റഗറി, മിഡിൽ ആൻഡ് ജൂനിയർ കാറ്റഗറി, ടോപ്പ് കാറ്റഗറി. അതിൽ വരുന്ന ഓരോ വിഭാഗവും നിങ്ങൾ പ്രത്യേകം പഠിക്കണം കേട്ടോ. ചിലപ്പോൾ നിങ്ങളോട് ജനറലൈസ് ചെയ്ത് ലോവർ കാറ്റഗറി സ്റ്റാഫ് അല്ലെങ്കിൽ ജൂനിയർ ഓർ മിഡിൽ ഒരു ലെവലാണ് കേട്ടോ. ജൂനിയർ വേറെ, മിഡിൽ വേറെ, അങ്ങനെയല്ല കേട്ടോ. ജൂനിയർ ആൻഡ് മിഡില്, പിന്നെ ടോപ്പ് കാറ്റഗറി, അങ്ങനെ പോകുന്നത് കേട്ടോ. 3 സെഗ്മെന്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുക ലോവർ കാറ്റഗറിയിൽ വരുന്ന ഏതെങ്കിലും ഒരു പോസ്റ്റ് തന്നിട്ട് ഈ കാറ്റഗറിയിൽ വേണ്ട ഇന്റർവ്യൂ പാനലില് ആരായിരിക്കും ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെയാണ് ചോദിക്കാം കേട്ടോ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പഠിക്കണം. ടോപ്പ് കാറ്റഗറിയിൽ വരുന്ന കുറച്ച് വിഭാഗങ്ങളുടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ജൂനിയർ മിഡിൽ മാനേജ്മെന്റിൽ വരുന്നത്, സീനിയർ മീൻസ് ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറിയിൽ വരുന്നതൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓരോ വിഭാഗത്തിനും ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആരൊക്കെയാണ് ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അത് ഡയറക്റ്റ് ആയിട്ടൊക്കെ ചോദിക്കാവുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ തീരുമാനിക്കേണ്ടത്. ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ നമ്മൾ 3 സ്റ്റെപ്പുകളിലൂടെയാണ് വിവരങ്ങൾ. ആദ്യം നമ്മൾ ഓറൽ ഇന്റിമേഷൻ കൊടുക്കും അല്ലെ. അതായത് ഇന്ന ഡേറ്റിൽ നമ്മൾ ഇന്റർവ്യൂ നടത്താൻ തീരുമാനിക്കുന്നുണ്ടെന്ന് നമ്മൾ പാനൽ മെമ്പേഴ്സിനെ അറിയിക്കും. 1. രണ്ടാമത് നമ്മൾ എന്താണ്? ഒരു റിട്ടേൺ കൺഫർമേഷൻ, അവരുടെ അവൈലബിലിറ്റി അനുസരിച്ച് അവരുടെ കൺഫർമേഷൻ നമ്മൾ രേഖാമൂലം അറിയിക്കും. നമ്മൾ പറഞ്ഞു രേഖാമൂലം നമ്മൾ ഈ സ്പെസിഫിക് മെമ്പേഴ്സിനെ അറിയിക്കുന്നത് ഒരു പ്രത്യേക ഒരു ഒഫീഷ്യൽ ഔദ്യോഗിക രേഖയിലൂടെയാണ്. ആ ഔദ്യോഗിക രേഖയാണ് IOM അഥവാ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം. ഓർക്കുന്നുണ്ടല്ലോ, ഒരു സ്ഥാപനത്തിനകത്ത് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോർമൽ ഡോക്യുമെന്റ് തന്നെ നമുക്ക് എന്തിനെ വിശേഷിപ്പിക്കാം? ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിനെ വിശേഷിപ്പിക്കാം. ഓക്കെ അല്ലേ? ഇനി ഒരു ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കി. എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്? IOM നമ്പർ, IOM ഡേറ്റ്, അതുപോലെ ആരാണ് ടു ഫ്രം ആണ് ഉദ്ദേശിക്കുന്നത്, ആർക്കാണ് അയക്കുന്നത്, ആരായിരിക്കും മിക്കവാറും അയക്കുന്നുണ്ടാവുക? HR ഹെഡ് ആയിരിക്കും, മീൻസ് HR മാനേജർ ആയിരിക്കും. അവരാണല്ലോ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. പിന്നെ അത് ഫ്രം ടു ആർക്കായിരിക്കും? ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചും ആരാണോ പാനൽ മെമ്പേഴ്സ് വരുന്നത് അവരെയാണ്. പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം പറഞ്ഞു, അതിന് നമ്മൾ വെറും ഒഫീഷ്യൽ ലാംഗ്വേജ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഒരിക്കലും നമ്മൾ ഡിയർ സാർ എന്നോ ഡിയർ മാഡം എന്നോ അങ്ങനെയുള്ള യാതൊരു സല്യൂട്ടേഷനും നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നില്ല. ഓൺലി ഒഫീഷ്യൽ ലാംഗ്വേജ്, സബ്ജക്ട് ഉണ്ടാവും, റെഫറൻസ് ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്നത്. അല്ലാണ്ട് സല്യൂട്ടേഷൻ, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് താങ്ക്ഫുള്ളി, ഡിയർ സർ, ഡിയർ മാഡം അങ്ങനെയുള്ള യാതൊരു സല്യൂട്ടേഷൻസും നമ്മൾ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ അത് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിൽ അവരെ അറിയിച്ചു. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിലുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഓൾമോസ്റ്റ് പൂർത്തിയായി എന്ന് തന്നെ നമുക്ക് പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? കാൻഡിഡേറ്റ്സിന് വിവരം അറിയിക്കണം. അതാണ് കോൾ ലെറ്റർ അല്ലെ. അതെ, നമ്മൾ ഇന്റർവ്യൂവിനെ ക്ഷണിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു ലെറ്റർ ആണ് കോൾ ലെറ്റർ. കോൾ ലെറ്ററിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് നമ്മൾ പഠിച്ചത്? കോൾ ലെറ്ററിൽ ആദ്യം ഇന്റർവ്യൂവിന്റെ ഡേറ്റ് ഉണ്ടായിരിക്കും, ടൈം ഉണ്ടായിരിക്കും, മെനു കൊടുക്കും. അതുപോലെ പ്രത്യേകം പഠിച്ചു നമ്മൾ ഡിയർ കാൻഡിഡേറ്റ് എന്നുള്ള സല്യൂട്ടേഷൻ ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. അല്ലാതെ ഒരിക്കലും അവരുടെ പേര് വെച്ച് പരാമർശിക്കില്ല. എന്തുകൊണ്ട്? ബിക്കോസ് അവരുമായിട്ട് നമ്മളൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമുക്ക് തിരിച്ച് അവർ അപരിചിതരാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവരുടെ പേരല്ല നമ്മൾ പറയും. ഡിയർ കാൻഡിഡേറ്റ് എന്ന് തന്നെയാണ് അവര് നമ്മളെ എന്ത് ചെയ്യുന്നത്? ചെയ്യുന്നത്. പിന്നെ പ്രത്യേകം 2 കാര്യങ്ങൾ ഒരു കോൾ ലെറ്ററിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിട്ട് പറഞ്ഞു. അതായത് നമ്മൾ DA കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം നമ്മൾ അതിനകത്ത് പരാമർശിക്കണം അല്ലെ. ചിലർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്താണ് ദൂരെ നിന്ന് വന്ന് റൂം എടുത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരുപാട് ദൂരത്ത് നിന്ന് വരുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ട്രാവൽ ചെലവ് വരും അല്ലെ. അതുപോലെ ഡിയർനെസ് അലവൻസ് എന്ന് പറഞ്ഞ് സ്റ്റേ ചെയ്യാനായിട്ട് വരുന്ന ചെലവുകളാണ്. അപ്പൊ അത് കൊടുക്കുന്നില്ലെങ്കിൽ അത് പ്രത്യേകം മെൻഷൻ ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചത്. കൊടുക്കുന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യണ്ട, കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത്
പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കണം. ബിക്കോസ് എന്തുകൊണ്ടാണ് അത് മെൻഷൻ ചെയ്യുന്നത്? കാര്യം നാളെ ഒരു ഇന്റർവ്യൂവിന്റെ പേരിൽ കാൻഡിഡേറ്റ്സ് എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ യാത്രാ ചെലവിനെ പറ്റി അങ്ങനെ എന്തെങ്കിലും ഒരു സംസാരത്തിന് ഇട വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കൊടുക്കുന്നില്ലെങ്കിൽ അത് പ്രത്യേകം എങ്ങനെ പരാമർശിക്കണം? നോ TA or DA will be paid for attending the interview അങ്ങനെ തന്നെ മെൻഷൻ ചെയ്യണം. ഒരു കാര്യം കൂടെ നമ്മൾ കോൾ ലെറ്ററിൽ ചോദിക്കാം നമുക്ക്. എന്തായിരുന്നു അത്? അവര് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു കൺഫർമേഷനും കൂടെ നമുക്ക് അവരോട് റിക്വസ്റ്റ് ചെയ്യാം അല്ലെ. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ പോണോട്ടോ. ഒരു കോൾ ലെറ്റർ പഠിക്കുമ്പോൾ ഇത് ഇത്രയൊക്കെ കാര്യങ്ങളാണ്. തൊട്ട് മുമ്പ് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിൽ എന്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഒരു കോൾ ലെറ്ററിൽ ഇത് നിങ്ങളൊരു കഥ പോലെ ഓർത്താൽ മതി. നമ്മളൊരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അങ്ങനെ തന്നെ ആലോചിച്ച് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ അത് അങ്ങനെ കഴിഞ്ഞു. പിന്നെ നമ്മൾ കോൾ ലെറ്റർ കൊടുക്കുന്നു. കോൾ ലെറ്റർ കൊടുത്തതിന്റെ ബേസിൽ നമുക്ക് അവരെ അറിയിക്കുന്നു. അവരെ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് നമ്മളെ ഇന്റർവ്യൂ നടത്താം എന്നുള്ളത് തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ കോൾ ലെറ്റർ കൊടുത്തു, നമ്മുടെ കാൻഡിഡേറ്റ്സ് ഇന്റർവ്യൂവിന് വരുന്നു. ഇന്റർവ്യൂവിന് വരുമ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോം അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിന് നമ്മൾ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഫോം എന്നാ പറയുന്നത്. കാര്യം എന്താ? ബിക്കോസ് അതെല്ലായിടത്തും എന്താണ്? ഒരുപോലെയാണ്, എല്ലായിടത്തും ഒരുപോലെയാണ്. ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ എന്തൊക്കെ ഉൾപ്പെടുത്തും എന്നുള്ളതും നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യാട്ടോ. അതിന്റെ നെയിം, ഏജ്, അഡ്രസ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് അത് കൊടുക്കും. അത് എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ആ കാൻഡിഡേറ്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡാറ്റകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ആപ്ലിക്കേഷൻ ഫോമും പ്ലസ് എന്താണ് കാൻഡിഡേറ്റിന്റെ ബയോഡാറ്റ പ്ലസ് ഒരു അസസ്മെന്റ് ഫോം ഉൾപ്പെടെയാണ് ഇന്റർവ്യൂ പാനൽ ബോർഡിലോട്ട് പോകുന്നത്. ഓക്കെ, അവരെ കൊണ്ട് ഫില്ല് ചെയ്യുന്ന അവരുടെ അപ്ലിക്കേഷൻ ഫോം, പിന്നെ അവരുടെ CV, പിന്നെ അവരുടെ അസസ്മെന്റ് ഫോം. എന്താണ് അസസ്മെന്റ് ഫോം എന്ന് പറഞ്ഞാല്? ഇന്റർവ്യൂവില് കാൻഡിഡേറ്റിനെ വിലയിരുത്തുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രേഖയാണ് അല്ലെങ്കിൽ ഒരു ഫോം ആണ് അസസ്മെന്റ് ഫോം അല്ലെ. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഓൾറെഡി കുറെ പാരാമീറ്റേഴ്സിന്റെ ബേസിലാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതും കോൾ ലെറ്റർ അയച്ചതും ഇന്റർവ്യൂവിന് വിളിച്ചതൊക്കെ. ഓൾറെഡി നമ്മൾ കുറെ പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഇന്റർവ്യൂ സമയത്ത് നമ്മൾ ആ പാരാമീറ്റേഴ്സ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, മറ്റു പല പാരാമീറ്റേഴ്സുകൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ അസസ്മെന്റ് നടത്തുന്നത്. ഏതൊക്കെയായിരുന്നു അസസ്മെന്റിന് നമ്മൾ ഉപയോഗിച്ച പാരാമീറ്റേഴ്സ്? അതൊക്കെ നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ് കേട്ടോ. അതെ, പേഴ്സണാലിറ്റി, അപ്പിയറൻസ്, ബോഡി ലാംഗ്വേജ്, അങ്ങനെ കുറെ പോയിന്റ്സുകൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എന്താണ്? പാരാമീറ്റേഴ്സ് ആണ്. ഓക്കെ, ക്വാളിഫിക്കേഷൻ ഇതൊക്കെ കോമൺ ആയിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓൾറെഡി ഷോർട്ട് ലിസ്റ്റും ചെയ്തു, ഇന്റർവ്യൂവിനും വിളിച്ചിട്ടുണ്ട്. പിന്നെ ഇന്റർവ്യൂവിന് വരുമ്പോൾ വീണ്ടും അവരുടെ ക്വാളിഫിക്കേഷനും വീണ്ടും അവരുടെ എക്സ്പീരിയൻസും വീണ്ടും നമ്മൾ അവിടെ അസസ് ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി നമ്മൾ അതിന്റെ ബേസിൽ തന്നെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വിളിച്ചത് അല്ലെ. അപ്പൊ നമ്മൾ ഒരു ഇന്റർവ്യൂ ബോർഡിൽ അസസ് ചെയ്തത് വേറെ പല പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ആ പാരാമീറ്റേഴ്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളോട് ചോദിക്കാം, അസസ്മെന്റിന് ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ അതിന്റെ ഉത്തരങ്ങളാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ നമ്മൾ HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റിനെയർ എന്താന്ന് പഠിച്ചു. എന്താണ് ക്വസ്റ്റിനെയർ? ഫസ്റ്റ് സെന്റൻസ് ആണ്. HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റിനെയർ is a specimen of questions intended to be prepared for evaluating an aspirant during an interview. അല്ലെ, ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ ആസ്പിരന്റ് മീൻസ് ഒരു കാൻഡിഡേറ്റിനെ അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ചോദ്യങ്ങളുടെ മാതൃക, ഒരു മോഡലാണ് എന്ത്? HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റിനെയർ എന്ന് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ട് അതിന് ഇത്രയേറെ ഇമ്പോർട്ടൻസ് വന്നു അതും നമ്മൾ അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പൊ സാധാരണ ഒരു HR മാനേജർ, അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ അവരുടെ എക്സ്പീരിയൻസിനാണ്. കാര്യം നിങ്ങൾ സ്പെസിമെൻ പഠിക്കുമ്പോഴും കാറ്റഗറി പഠിക്കുമ്പോഴും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാ കാറ്റഗറി ഓഫ് ഇന്റർവ്യൂ ബോർഡിലും HR മാനേജർ, അഡ്മിനിസ്ട്രേറ്റർ ഒരു കോമൺ ഫാക്ടർ ആണ്. എല്ലാത്തിനും എടുത്ത് ഓരോ കാറ്റഗറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ HR മാനേജർ എന്തായാലും ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരിക്കും, അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരിക്കും. അവരൊരു കോമൺ ആൾക്കാരാണ് എന്തായിരിക്കും. കാരണം HR ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പൊ അവരെന്തായാലും ഉണ്ടായിരിക്കും. ബാക്കിയുള്ളവരെയാണ് നിങ്ങൾ പഠിക്കുന്നത്, ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പൊ HR മാനേജർ, അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ അവര് എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പൊ അവർക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് റാൻഡം ആയിട്ട് അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. അതേസമയം ഇന്റർവ്യൂ പാനലിന്റെ എക്സ്പീരിയൻസ് മീൻസ് മറ്റു പല ഫീൽഡുകളിൽ നിന്നും വന്നിട്ടുള്ള ആളുകളുണ്ടാവും അല്ലെ. അവരെ സംബന്ധിച്ച് അവർക്ക് ചിലപ്പോ ആ ഒരു തസ്തികയിലേക്ക് എങ്ങനെ ചോദിക്കണം, ഏത് രീതിയിൽ വിലയിരുത്തണം പറ്റിയിട്ട് പ്രത്യേക ഒരു വ്യക്തമായൊരു ധാരണ ഉണ്ടാവില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റിനെയർ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നതിന്റെ ബെനിഫിറ്റ് എന്താണ്? എന്തായിരിക്കും അതിന്റെ ബെനിഫിറ്റ്? ഒന്ന്, അവർക്ക് നല്ല രീതിയിൽ കാൻഡിഡേറ്റിന് മറ്റുള്ള ഫീൽഡുകളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾക്കാണെങ്കിലും ആ ഒരു കാൻഡിഡേറ്റിനെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും.
അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ ഇന്റർവ്യൂവിന്റെ പ്രൊഫഷണലിസം അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അല്ലെ. അതുപോലെ അവരുടെ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ നമുക്ക് അവിടെ ഉറപ്പുവരുത്താൻ പറ്റും. നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂ ബോർഡിൽ പോകുമ്പോൾ ഏതെങ്കിലും 2 കൂട്ടർ കാര്യമായിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്, ചില വിഭാഗം നമ്മളോട് ഒന്നും ചോദിക്കുന്നില്ല. നമുക്ക് ആ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഇംപ്രഷൻ അതിനകത്ത് തോന്നില്ല. എല്ലാവരും സജീവമായിട്ട് പങ്കാളിത്തം വഹിക്കണമെങ്കിൽ എല്ലാവർക്കും അതിനെപ്പറ്റി ഒരു വ്യക്തമായൊരു ധാരണ ഉണ്ടാവണം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ ഉപയോഗിക്കുന്നത്. HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയറിൽ കുറെ മോഡൽ ക്വസ്റ്റ്യൻസും നിങ്ങൾ അവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി പോവുക കേട്ടോ. പിന്നെ അസസ്മെന്റ് ഫോമിന്റെ മോഡലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് ആദ്യത്തെ 4 കോളം ബേസിക് ആണ്, കാൻഡിഡേറ്റിന്റെ ബേസിക് ഡീറ്റെയിൽസ് ആണ്. പിന്നെ വരുന്ന കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കോളംസ് കേട്ടോ, 1, 2, 3, 4 ഈ കോളംസ് ഫുള്ളും ആ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കറന്റ് ജോബ്, നിലവിൽ അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബാക്കിയുള്ളതെല്ലാം തന്നെ നമ്മൾ അസസ്മെന്റിന് നമ്മൾ നേരത്തെ പഠിച്ച കുറെ പാരാമീറ്റേഴ്സ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അതൊക്കെയാണ് നമ്മൾ പിന്നീട് ഉപയോഗിക്കുന്നത്. അതിനകത്ത് ബേസിക് ഡീറ്റെയിൽസിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, കറന്റ് ജോബിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ഞാൻ ഇന്റർവ്യൂവിൽ അസസ് ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അസസ്മെന്റ് ഫോം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളോട് ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് തന്നിട്ട് ഇത് ഏത് ഫോമിലാണ് ഉൾപ്പെടുത്തുന്നത്, റെസ്പോൺസ് ടു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, പേഴ്സണാലിറ്റി, ഇത് ഏത് ഫോമിലാണ് ഉൾപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ IOM ആണോ അല്ല, കോളക്ടർ ആണോ അല്ല, പിന്നെന്താണ് അസസ്മെന്റ് ഫോം കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ, അതൊന്നും ശ്രദ്ധിക്കാം. ദെൻ അടുത്തത് ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് ഓഫറും ഓർഡറും വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ അതിൽ പറഞ്ഞിരുന്നു, മാറിപ്പോകരുത്. അപ്പോയിന്റ്മെന്റ് ഓഫർ എന്ന് പറഞ്ഞാൽ നിയമന വാഗ്ദാനമാണ്. അതായത് നിങ്ങൾ ഇവിടെ നിയമിക്കാം എന്നുള്ള ആ ഒരു വാഗ്ദാനം കൊടുക്കുന്നതാണ്, ഉറപ്പില്ല. ആ അപ്പോയിന്റ്മെന്റ് ഓഫർ ഈ കാൻഡിഡേറ്റിനെ സ്വീകരിച്ചാൽ വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. സ്വീകരിക്കുകയാണെങ്കിൽ മാത്രമാണ് എന്ത് കൊടുക്കുള്ളൂ, അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുള്ളൂ. ഓർഡർ എന്താ, അത് നിയമന ഉത്തരമാണ്, നിയമിച്ചുകൊണ്ടുള്ള ഉത്തരമാണ്. ഓഫർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഓഫർ തന്നെയാണ്, അതൊരു വാഗ്ദാനമാണ്. വേണമെങ്കിൽ സ്വീകരിക്കാൻ, വേണ്ടെങ്കിൽ വേണ്ട, അത്രയും. ഇവ രണ്ടാണ് കേട്ടോ. എപ്പോഴും ഓർക്കേണ്ട പോയിന്റ് ഇതാണ്, അപ്പോയിന്റ്മെന്റ് ഓർഡർ ഈസ് ഇഷ്യൂഡ് ഓൺലി ആഫ്റ്റർ റിസീവിംഗ് ദ അപ്പോയിന്റ്മെന്റ് ഓഫർ. അപ്പോയിന്റ്മെന്റ് ഓഫർ സ്വീകരിച്ചതിന് ശേഷം മാത്രമാണ് എന്ത് കൊടുക്കുള്ളൂ, അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്, അതായത് ജോയിനിങ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദി ജോയിനിങ് ഫോർമാലിറ്റീസ്. എല്ലാ ജോയിനിങ് ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്തിട്ട് ജോലി സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ മോഡൽ കണ്ടു. അതുപോലെ ഒരു അപ്പോയിന്റ്മെന്റ് ഓഫറിൽ ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വെറുതെ വായിച്ചു പോവുക, അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എന്താന്ന് വെച്ചാൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിന് പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും അതിനെന്ത് പറയണ്ട, ക്ലോസുകളൊക്കെ വായിച്ചു പോവുക. അത് ഓരോ കമ്പനിക്കകത്തും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നമുക്കൊരു മോഡൽ അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോയിന്റ്മെന്റ് ഓഫറിൽ നമ്മൾ പറയുന്നുണ്ട്, അതുപോലെ ജോയിനിങ് ഓർഡറിലും ഒക്കെ അത് കോമൺ ആയിട്ട് വരുന്നുണ്ട്. ദെൻ വാട്ട് ഈസ് ജോബ് ഡിസ്ക്രിപ്ഷൻ അഥവാ JD. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ? നമ്മൾ പഠിച്ചു, ഇറ്റ് ഈസ് എ ബേസ് ഡോക്യുമെന്റ് റിഗാർഡിംഗ് ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എൻട്രസ്റ്റഡ് ടു ആൻ എംപ്ലോയി. നമ്മളൊരു എംപ്ലോയിക്ക് ചുമതലപ്പെടുത്തുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ടുള്ള ബേസ് ഡോക്യുമെന്റ് ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ അഥവാ JD എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? ഒരു ജോബ് ഡിസ്ക്രിപ്ഷനില് പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്യുള്ളൂ. പക്ഷെ ഒരു ജോലിക്കാരൻ അല്ലെങ്കിൽ ജീവനക്കാരൻ എന്നുള്ള രീതിയിൽ ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട മൈന്യൂട്ട് കാര്യങ്ങൾ അവരെ ചെയ്യാനായിട്ട് അവര് ബാധ്യസ്ഥനായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ പഠിച്ച എന്താണ് ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഇറ്റ് ഈസ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ് കോമൺ ടു ഓൾ കാറ്റഗറി. എല്ലാ കാറ്റഗറീസിലും കോമൺ ആയിട്ടുള്ള എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസിനെയാണ് അല്ലെ, ആ ഒരു ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അതിനും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ വാട്ട് ഈസ് ജോയിനിങ് ഓർഡർ? അതായത് നമ്മൾ ജോയിൻ ചെയ്യുന്ന ദിവസം നമ്മുടെ സ്ഥാപനത്തിന്റെ എല്ലാവിധ നിയമങ്ങളും അതുപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സ്വീകാര്യമാണ് എന്ന് അറിയിച്ചുകൊണ്ട് കാൻഡിഡേറ്റ് നൽകുന്ന ഒരു കൺഫർമേഷൻ ആണ് ജോയിനിങ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അതും നമ്മൾ പറഞ്ഞു ജോയിനിങ് ഓർഡർ അഥവാ നമുക്ക് ശരിക്കും പറഞ്ഞ ജോയിനിങ് ഓർഡർ കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ജോയിനിങ് ഓർഡറിന്റെ ഒരു എക്സാമ്പിൾ കണ്ടു. ദെൻ നമ്മൾ പറഞ്ഞു ജോയിനിങ് ഫോർമാലിറ്റി. ജോയിനിങ് ഫോർമാലിറ്റീസിനെ പറയുന്ന മറ്റൊരു പേരെന്തായിരുന്നു? പ്രീ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻ. നമ്മളൊരു ജോലിക്ക് കയറിനേക്കാളും നമുക്ക് വെരിഫിക്കേഷൻ വിളിക്കാറുണ്ട് അല്ലെ. നമ്മുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യും.
അതിനെ നമുക്ക് രണ്ട് പേരുകളിലാണ്, ഒന്നുകിൽ ജോയിനിങ് ഫോർമാലിറ്റീസ്, അല്ല മറ്റൊരു പേരാണ് പ്രീ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻ. ഓക്കെ ഓക്കെ, അപ്പൊ അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. ഒരു പ്രീ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻ എന്തൊക്കെയാണ്, പിന്നെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ലെറ്റർ അഥവാ അപ്പോയിന്റ്മെന്റ് ഓർഡറിന്റെ നമ്മളൊരു മോഡൽ പഠിച്ചു. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് പ്രൊബേഷൻ പീരീഡ് ആണ്. നമ്മളൊരു ജോലിയിൽ പ്രവേശിച്ചാൽ ഉടനെ തന്നെ ജോലിയിൽ നമ്മൾ നിയമിക്കുകയാണോ? അല്ല, നമ്മൾക്ക് എന്തായിരിക്കും, പ്രൊബേഷൻ പീരീഡ് ആവും അല്ലെ, ട്രെയിനിങ് പീരീഡ് ആയിരിക്കും. അത് ഓരോ കമ്പനിയിലും വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. ചിലവിടത്ത് അത് 5 to 6 months ആവും, ചിലപ്പോൾ 1 year വരെ ആയിരിക്കാം പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊബേഷൻ പീരീഡിന് നമ്മൾ ആ ഒരു അവരുടെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തുന്നു. നമ്മൾ അങ്ങനെ ജോലി കൺഫേം ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്? കൺഫർട്ടിങ് പെർഫോമൻസ് അപ്രൈസലിനെ പറ്റി പറയുന്നത്. എന്താണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് എൻ എംപ്ലോയി പെർഫോമൻസ്. ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയും അല്ലെ. അതിന്റെ ബേസിലാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൺഫേം ചെയ്യും. കൺഫർമേഷൻ, ജോബിൽ അവരെ സ്ഥിരപ്പെടുത്തണോ, പ്രമോഷൻ കൊടുക്കണോ, സാലറി ഇൻക്രിമെന്റ് ചെയ്യണോ, അതോ പ്രൊബേഷൻ പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യണോ, അവരെ ടെർമിനേറ്റ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നത് ആ ഒരു പെർഫോമൻസ് അപ്രൈസലിനെ ബേസ് ചെയ്തിട്ടാണ്. പെർഫോമൻസ് അപ്രൈസലിനെ തന്നെയാണ് HR അപ്രൈസൽ എന്ന് പറയുന്നത് കേട്ടോ. HR അപ്രൈസൽ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. പ്രൊബേഷൻ പീരീഡ് പല സ്ഥലത്തും പല രീതിയിലായിരിക്കും. ചിലടത്ത് 3 മാസമായിരിക്കും, ചിലപ്പോൾ 6 ആയിരിക്കും. ഒരു ചുരുക്കി പറയാൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവാലുവേഷൻ ആണ് അല്ലെ. അതെ, ഇവാലുവേഷൻ ആണ്. കാര്യം ആ അപ്രൈസലില് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കരിയർ അവിടെ ഉറപ്പാണ്. അതേസമയം അവരുടെ പെർഫോമൻസ് വീക്ക് ആണെങ്കിൽ ഒരു പക്ഷെ നമ്മൾ അവരെ പിരിച്ചു വിട്ടേക്കാം. അങ്ങനെ പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ആയിട്ടുള്ള രണ്ട് വശങ്ങളും അതിനുണ്ട്. നെഗറ്റീവ് വശത്തെ പറ്റി അവിടെ പറയുന്നില്ല, പക്ഷെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ എന്തായിരിക്കും. പോസിറ്റീവ് വശം എന്തായിരിക്കും? അവർ ആ ജോലിയിൽ അപ്പോയിന്റ് ചെയ്യും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാല് നമ്മളൊരു HR അല്ലെ, ഹ്യൂമൻ ഒരു റിസോഴ്സിന്റെ ഒരു HR മാനേജ്മെന്റിന്റെ ടോട്ടലി മൊത്തത്തിൽ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ച് അല്ലെ. ഒരു ഇന്റർവ്യൂ എങ്ങനെ നടത്തുന്നു, പിന്നെ ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഫോർമാലിറ്റീസ്, അതാണ് ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. ഇത് ഞാൻ വെറുതെ ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞതാണ്, ഏകദേശം നിങ്ങളുടെ മൈൻഡിലോട്ട് കൊണ്ടുവരാൻ. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇത്രയും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ സാഹചര്യമാണ്. നമുക്ക് ചിലപ്പോൾ കുത്തിയിരുന്നൊന്നും ചിലപ്പോൾ പഠിക്കാൻ പറ്റിയതൊന്നും വരില്ല. നമ്മുടെ പണ്ടത്തെ കാലത്ത് നമുക്ക് പറഞ്ഞിട്ട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കിട്ടുന്ന കുറച്ച് സമയം എന്തായാലും നമുക്ക് പഠിക്കണം. ആ പഠിക്കുന്ന സമയം ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ട്, ഏറ്റവും എന്താ പറയുക, ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. 15 മിനിറ്റ് ആണ് വായിക്കുന്നതെങ്കിലും ആ വായിക്കുന്ന സമയം മാക്സിമം അതിൽ ഇൻവോൾവ് ചെയ്ത് വായിക്കണം കേട്ടോ. അങ്ങനെ ശ്രദ്ധിക്കാം. നമ്മൾ ആ വെറുതെ 15 മിനിറ്റ് ഇരുന്ന് വെറുതെ കളയരുത്. ആ ഇരിക്കുന്ന സമയം നമ്മൾ വായിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വായിച്ചു പോകണം കേട്ടോ. അതായത് ഓരോ വരികളും എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മള് കാണാൻ പാടില്ല, അത് മനസ്സിലാക്കിയെടുത്താൽ മതി. മനസ്സിലാക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓപ്ഷൻസ് ഉണ്ടല്ലോ നിങ്ങളുടെ മുമ്പില്, അപ്പൊ പിന്നെ വിഷയമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റിന്റെ പ്രത്യേകത എന്താ? നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് മാത്രം പഠിച്ചു പോയിട്ട് നമുക്ക് ഒരിക്കലും OMR ടെസ്റ്റുകൾ പാസ്സാവാൻ പറ്റില്ല. OMR ടെസ്റ്റ് പാസ്സാവണമെങ്കിൽ നമുക്ക് മൊത്തത്തിൽ എന്ത് വേണം? സബ്ജക്റ്റിനെ പറ്റി ഓൾ ഇൻ ഓൾ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് OMR പരീക്ഷ പാസ്സാവാനായിട്ട് എന്താണ് പറ്റുള്ളൂ. അതുകൊണ്ടാണ് മത്സര പരീക്ഷകൾക്ക് OMR ഉൾപ്പെടുത്താനുള്ള റീസൺ അതുകൊണ്ടാണ് അല്ലെ. കേൾക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ്, ഓപ്ഷൻസ് ഉണ്ടെന്ന് തോന്നുമെങ്കിലും ശരിക്കും ആ ഒരു ഫാക്ടറിന്റെ പ്രത്യേകത അതാണ്. ഡിസ്ക്രിപ്റ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഭാഗ്യമുള്ളവരാണെങ്കിൽ പഠിച്ച മാത്രം ചോദിച്ചാൽ അവര് രക്ഷപ്പെടും. പക്ഷെ ഒരു OMRന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സബ്ജക്റ്റിനെ പറ്റി മൊത്തത്തിൽ ഏകദേശം ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പാസ് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോ ചാപ്റ്ററും പഠിക്കുമ്പോൾ അത് എന്താണ് മൊത്തത്തിൽ മനസ്സിലാക്കി പോവുക. ഇപ്പൊ നമ്മൾ ഈ പഠിക്കുന്ന ഈ ചാപ്റ്റർ ഉണ്ടല്ലോ, ഇതിലെന്ന് പറയുമ്പോൾ അധികം പോയിന്റ് വൈസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ കുറവാണ്. ഇപ്പൊ ബൈബിൾ ഓഫ് HR ഡയറക്റ്റ് ചോദിക്കാം. അതുപോലെ തന്നെ ഹൗ ടു അക്വയർ എംപ്ലോയീസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാം. പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് ചോദിക്കാം.
വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ചോദിക്കാം. വാട്ട് ഈസ് JD ജോബ് ഡിസ്ക്രിപ്ഷൻ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ പെർഫോമൻസ് അപ്രൈസ്മെന്റ് ബേസിൽ എന്തൊക്കെ കാര്യങ്ങൾ കൺഫേം ചെയ്യാം. അങ്ങനെയൊക്കെ പോയിന്റുകളായിട്ട് വരുന്ന ഭാഗങ്ങൾ അവിടെ വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ കൺസെപ്റ്റുകളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ചാപ്റ്ററിന്റെ പ്രത്യേകതയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഓക്കെ ആയിരിക്കും. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കാം കേട്ടോ. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്തായാലും തെറ്റ് കഴിഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് ഇവിടെ തിരുത്താൻ സമയമുണ്ട്. അതുകൊണ്ട് അയ്യോ ഞാൻ ഈ പറയുന്ന ആൻസർ തെറ്റി പറയുന്നത് മോശമായിട്ട് പോകുമോ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. പറയാനുള്ളത് പറഞ്ഞു കേട്ടോ. റെസ്പോണ്ട് ചെയ്യുന്നതൊന്നും പ്രശ്നമില്ല, നമുക്ക് തിരുത്താം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. What is the first step in the pre-recruitment process? What is the first step in the pre-recruitment process? പെട്ടെന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓപ്ഷൻസ് തരാം, ശ്രദ്ധിച്ചേക്കുക. ഓപ്ഷൻ A, advertising the vacancy. Option B, shortlisting candidates. Option C, HOD intimating the HR manager about a vacancy. Option D, conducting interviews. ഇതായിരിക്കും ആൻസർ വരിക. C ആണ് ആൻസർ. കണ്ടോ, ആ കൺസെപ്റ്റ് മനസ്സിലായാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, who would typically be on the interview panel for a senior management position like a vice president? അപ്പൊ കാറ്റഗറി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ടും അതിൽ ഉൾപ്പെടുത്തിയിട്ട് ചോദിച്ചിരിക്കുന്നത് who would typically be on the interview panel for a senior management position like a vice president. Okay, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ A, only the HR manager. Option B, chairman, technical head, general manager of human resources. Option C, the nursing superintendent and housekeeping supervisor. Option D, a junior account staff member. എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ B is the right answer. വൈസ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ടോപ്പ് കാറ്റഗറിയാണ്, അത് നമുക്കറിയാലോ. അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻ അല്ല എന്നുള്ളതും അറിയാം. HR മാനേജർ മാത്രമായിരിക്കും എന്തായാലും ഇന്റർവ്യൂ പാനലിൽ ഉണ്ടാക്കാറില്ല. അപ്പൊ ഉത്തരം B ആണ് കേട്ടോ. ചെയർമാൻ, ടെക്നിക്കൽ ഹെഡ്, ജനറൽ മാനേജർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഓക്കെ അല്ലേ? ബാക്കി എല്ലാവർക്കും ഓക്കെ അല്ലേ? നീതു ഒക്കെ പറയുന്നുണ്ട്. ബാക്കി എല്ലാവർക്കും ഓക്കെ അല്ലേ? എല്ലാരും മനസ്സിലായി പോവാ കേട്ടോ. അതിപ്പോ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ഷോർട്ട് ലിസ്റ്റിംഗ് ആപ്ലിക്കേഷൻസ്? വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ഷോർട്ട് ലിസ്റ്റിംഗ് ആപ്ലിക്കേഷൻസ്? ഓപ്ഷൻ A, to hire the first 50 applicants. Option B, to make the interview process simpler and more focused on suitable candidates. Option C, to collect as many resumes as possible. Option D, to avoid advertising the job opening. ആൻസർ പറയാമോ? ഇതാണ് ആൻസർ. റഷീദ് പറയുന്ന ആൻസർ A ആണ്. പിന്നെ വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ ആർക്കെങ്കിലും? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണോ? ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം. വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ഷോർട്ട് ലിസ്റ്റിംഗ്? ഓക്കെ, നീതു, പത്മശ്രീ ഓപ്ഷൻ B ആണ് ആൻസർ പറഞ്ഞത്. ഓക്കെ, നീതു, പ്രശാന്ത് B ആണ് ആൻസർ പറഞ്ഞത്. റൈറ്റ് ആൻസർ B ആണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ റഷീദിക്ക് മനസ്സിലായോ? ഓപ്ഷൻ A എന്തായിരുന്നു? ടു ഹയർ ദ ഫസ്റ്റ് 50 ആപ്ലിക്കൻസ്. 50 ആപ്ലിക്കൻസിന് തെരഞ്ഞെടുക്കാം. നമുക്ക് അത് അങ്ങനെ ഫിക്സഡ് ആയിട്ട് പറയാൻ പറ്റുമോ? ഇല്ല, നമ്മൾ ജനറലൈസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എല്ലാ കാര്യങ്ങളും 50 ആപ്ലിക്കൻസിൽ തെരഞ്ഞെടുക്കാന്നുള്ളതൊന്നുമല്ല അല്ലെ. പക്ഷെ ഓപ്ഷൻ B ആണ് ആ തന്നിരിക്കുന്നതിൽ കുറേയും കൂടെ ബെറ്റർ ആൻസർ. അതാണ് ടു മേക്ക് ദ ഇന്റർവ്യൂ പ്രോസസ് സിംപ്ലർ ആൻഡ് മോർ ഫോക്കസ്ഡ് ഓൺ സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഷോർട്ട് ലിസ്റ്റിംഗ് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണ്? എന്താണ് പർപ്പസ്? ഇന്റർവ്യൂ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. സോ B is the right answer. Okay, clear ആയിട്ടുണ്ടോ? അടുത്ത ചോദ്യം, which of the following is a key parameter for shortlisting candidates? Which of the following is a key parameter for shortlisting candidates? അതൊക്കെ നമ്മുടെ കോമൺ സെൻസ് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ A, height and weight. Okay. Option B, political affiliation. Option C, qualification, experience and salary range. Option D, social media popularity. ഇതാണ് ആൻസർ. ഓപ്ഷൻ C. Okay, qualification, experience and salary range. അതിപ്പോ പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്കാണെങ്കിലും ഈ ഓപ്ഷൻ കേൾക്കുമ്പോൾ മനസ്സിലാവും ഏതായിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The call letter salutation suggested
suggested in the text is dear candidate instead of using their name. Why? എന്തുകൊണ്ട് ഡിയർ കാൻഡിഡേറ്റ് എന്ന് അഭിസംബോധന ചെയ്യാനാണ് കോൾ ലെറ്ററിൽ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. എന്തുകൊണ്ട് നമ്മൾ അവരുടെ പേര് വിളിക്കുന്നില്ല, അതിന്റെ റീസൺ. അപ്പൊ കൺസെപ്റ്റ് മനസ്സിലായാലേ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും പറയാൻ പറ്റില്ല. ഓപ്ഷൻ എ, ടു സേവ് ദ ടൈം ഫോർ HR ഡിപ്പാർട്ട്മെന്റ്. ഓപ്ഷൻ ബി, because a formal relationship with the candidate has not yet been established. Option C, to maintain the candidate's anonymity. And option D, it is a legal requirement. Idana answer vara option B. Alla, because a formal relationship with the candidate has not yet been established. Okay, clear ആണ്. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. A consolidated salary, ഒരു ഏകീകൃതമായിട്ടുള്ള ശമ്പളം, റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ, പ്രൊബേഷൻ പീരിയഡ് are typically mentioned in which of the following document? ഈ പറഞ്ഞ കാര്യങ്ങള് താഴെ പറയുന്ന ഏത് ഡോക്യുമെന്റ്സിലാണ് എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ, ഇന്റർവ്യൂ കോൾ ലെറ്റർ. ഓപ്ഷൻ ബി, ജോയിനിങ് ഓർഡർ. ഓപ്ഷൻ സി, ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ്. ഓപ്ഷൻ ഡി, എക്സിറ്റ് ഇന്റർവ്യൂ ഫോം. ഇതായിരിക്കും ആൻസർ വരിക. സി ആണ്. ശരിയല്ലേ? അപ്പൊ നമുക്കറിയണം ഓരോ ഇതിൽ എന്താ വരുന്നതെന്നുള്ളത് അറിയണം. അപ്പോയിന്റ്മെന്റ് ഓഫറിലല്ലേ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. അപ്പോയിന്റ്മെന്റ് ഓഫറിൽ ഏകദേശം ഒരു 19-20ഓളം ക്ലോസുകൾ പഠിച്ചിട്ടുണ്ട്. ആ ക്ലോസിൽ മുഴുവൻ പറയുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പ്രൊബേഷൻ പീരീഡിനെ പറ്റി പറയുന്നുണ്ട്, കൺസോളിഡേറ്റഡ് സാലറിയെ പറ്റി പറയുന്നുണ്ട്, റിപ്പോർട്ടിംഗ് സ്ട്രക്ചറിനെ പറ്റിയിട്ടൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. അതേസമയം ജോയിനിങ് ഓർഡറിൽ അത് വരുന്നില്ല, എക്സിറ്റ് ഇന്റർവ്യൂ ഫോമിൽ വരുന്നില്ല, അത് നമുക്ക് പഠിക്കാനും ഇല്ല. ഇന്റർവ്യൂ കോൾ ലെറ്ററിലും അത് വരുന്നില്ല. പിന്നെ ഉള്ളത് എന്താണ് ആൻസർ? ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം ഇതാണ്. വാട്ട് ഈസ് എ ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ JD? ഓപ്ഷൻ എ, എ ഡോക്യുമെന്റ് ഡിസ്ക്രൈബ് ദ കമ്പനീസ് ഹിസ്റ്ററി. ഓപ്ഷൻ ബി, എ ബേസ് ഡോക്യുമെന്റ് ഔട്ട്ലൈനിങ് ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എൻ എംപ്ലോയി. Option C, a form to appraise employee performance. Option D, a list of company holidays. ഇതായിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ ബി. ഓക്കെ, വെരി ഗുഡ്. A base document outlining the duties and responsibilities of an employee. Okay, അടുത്ത ചോദ്യം, what is a joining order? What is a joining order? Option A, a letter from the company ordering the candidate to join. Option B, a written confirmation from the candidate that they have accepted the offer and joined the organization. Option C, an internal memo about the new employee. Option D, a checklist of joining formalities. ഇതായിരിക്കും D. Okay, very good. Correct ആണ്. A written confirmation from the candidate that they have accepted the offer and joined the organization. നമുക്ക് മൊത്തത്തിൽ ചിലപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിൽ ആ ഓപ്ഷൻ കേൾക്കുമ്പോൾ എല്ലാം നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് തോന്നും. ശരിക്കും എന്താണ് ജോയിനിങ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജോയിനിങ് ഓർഡർ നമ്മുടെ സ്ഥാപനം അവർക്ക് കൊടുക്കുന്ന ഓർഡർ എങ്ങാനാണോ? അല്ല. പിന്നെ എന്താണ് അത്? നമ്മുടെ കാൻഡിഡേറ്റ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ് ജോയിനിങ് ഓർഡർ. അതായത് നമ്മൾ ആ സ്ഥാപനത്തിന്റെ എല്ലാവിധ ടേംസും കണ്ടീഷൻസും ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ആ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് ആ വ്യക്തി കൊടുക്കുന്ന ഒന്നാണ് ജോയിനിങ് ഓർഡർ. അല്ലാതെ കമ്പനി ഒരിക്കലും വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു ഓർഡർ ഒന്നും അല്ലാതെ അത് നമ്മളാണ് കാൻഡിഡേറ്റിന് നമ്മൾ കൊടുക്കുന്നതാണ് ഇത് ജോയിനിങ് ഓർഡർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അവിടെ ഒന്നും മാറിപ്പോകരുത്, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് വരരുത് കേട്ടോ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. വിച്ച് ഓഫ് ദീസ് ഈസ് കൺസിഡേർഡ് എ പ്രീ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻ ആക്ടിവിറ്റി? പ്രീ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻ തന്നെയാണ് നമ്മൾ ജോയിനിങ് ഫോർമാലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വേർഡിന് പകരം ജോയിനിങ് ഫോർമാലിറ്റീസ് എന്ന് എടുത്തു ചോദിച്ചാലും തെറ്റിപ്പോകരുത് കേട്ടോ. ഓപ്ഷൻ എ ശ്രദ്ധിക്കുക, പ്രൊവൈഡിങ് എ കമ്പനി ലാപ്ടോപ്പ്. ഓക്കെ. ഓപ്ഷൻ ബി, വെരിഫിക്കേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് പ്രീവിയസ് എംപ്ലോയർ ചെക്സ്. ഓപ്ഷൻ സി, ഇൻട്രൊഡ്യൂസിംഗ് ദ ന്യൂ എംപ്ലോയി ടു ദ ടീം. ഓപ്ഷൻ ഡി, അസൈനിങ് ദ ഫസ്റ്റ് ടാസ്ക്. ഏതാണ്? നിങ്ങൾ പറയൂ. പ്രീ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻ ആക്ടിവിറ്റിയിലെ ഓപ്ഷൻ ബി. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. വെരിഫിക്കേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് പ്രീവിയസ് എംപ്ലോയർ ചെക്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ പൊട്ടൻഷ്യൽ ഔട്ട്കംസ് ഓഫ് എ പോസിറ്റീവ് HR appraisal ആഫ്റ്റർ പ്രൊബേഷൻ?
What are the potential outcomes of a positive HR appraisal after probation? Probation ശേഷം ഒരു പോസിറ്റീവ് HR അപ്രൈസലിന്റെ റിസൾട്ട് എന്താണ്? നമ്മൾ പറഞ്ഞു HR അപ്രൈസലിന് രണ്ട് വശമുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള വശമുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള വശമുണ്ട്. നെഗറ്റീവ് വശത്തെ പറ്റി പറയുന്നില്ല, പോസിറ്റീവ് വശത്തെ പറ്റി ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഓൺലി എ സാലറി ഇൻക്രിമെന്റ്, ഓപ്ഷൻ ബി ഓൺലി എ പ്രൊമോഷൻ, option C confirmation of the job and possibly a salary increment or promotion, option D an immediate transfer to another branch. ഏതാണ് ആൻസർ കറക്റ്റ് ആയിട്ടുള്ളത്? സി. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. കൺഫർമേഷൻ ഓഫ് ദ ജോബ് ആൻഡ് പോസിബിളി എ സാലറി ഇൻക്രിമെന്റ് ഓർ പ്രൊമോഷൻ എല്ലാം കിട്ടും അല്ലെ. അല്ലാണ്ട് ഓപ്ഷൻ എയും ബിയും മാത്രമാണോ? അല്ല, സിയിലെല്ലാം വരുന്നുണ്ട് അല്ലെ. ഇത് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ചോദ്യം, what does the term human capital refer to? What does the term human capital refer to? Option A, the total number of employees in a company. Option B, the financial assets of the HR department. Option C, the knowledge and skills which individuals command. Option D, the physical infrastructure of a company. ഏതായിരിക്കും ആൻസർ വരിക? പറയൂ, ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് പത്മശ്രീ ആൻസർ പറഞ്ഞത്. ഓക്കെ, പിന്നെ ഇനി ഏതൊരു ആൻസർ? വാട്ട് ഡസ് ദ ടേം ഹ്യൂമൻ ക്യാപിറ്റൽ റെഫർ ടു? മനുഷ്യ മൂലധനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ എ കമ്പനി, അതാണ് നിങ്ങൾ ആൻസർ പറഞ്ഞത്, അവിടെ ഇരിക്കട്ടെ. ഓപ്ഷൻ ബി ഫിനാൻഷ്യൽ അസറ്റ്സ് ഓഫ് ദ HR ഡിപ്പാർട്ട്മെന്റ്, അതെന്തായാലും അല്ല. ഓപ്ഷൻ ഡി നമ്മൾ ഒരെണ്ണം പറഞ്ഞിരുന്നു. ഓപ്ഷൻ ഡി പറഞ്ഞത് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് എ കമ്പനി, അതും അല്ല, അത് ഉറപ്പാണ്. സി എന്ന ഓപ്ഷനിലിട്ടെ ദ നോളജ് ആൻഡ് സ്കിൽസ് വിച്ച് ഇൻഡിവിജ്വൽസ് കമാൻഡ്. അപ്പൊ എയും ആവാം സിയും ആവാം. ഇതിൽ ഏതാണ് കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ? എ അല്ല ആൻസർ, സി ആണ് ആൻസർ കേട്ടോ. അതായത് നോളജ് ആൻഡ് സ്കിൽസ് വിച്ച് ഇൻഡിവിജ്വൽസ് കമാൻഡ്. അപ്പൊ എ എന്ന ആൻസർ ശരിയല്ലേ എന്ന് ചോദിക്കാം. എ എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ എ കമ്പനി. ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ എ കമ്പനി. ഒരു സ്ഥാപനത്തിലുള്ള എംപ്ലോയീസിന്റെ ആകെ എണ്ണത്തിനെയാണോ നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആണോ? അല്ല. പിന്നെന്താണ്? അവിടെ എണ്ണത്തിനല്ല പ്രാധാന്യം, അവരുടെ സ്കില്ല്, അവരുടെ നോളജ്, അവരുടെ എബിലിറ്റി, അതാണ് എന്ത് മനുഷ്യ മൂലധനം എന്ന് പറയുന്നത് അല്ലെ. നമ്മളിപ്പോ ഒരു സ്ഥാപനത്തില് കുറച്ച് ആളുകൾ ഉണ്ടായാലും കൂടുതൽ ആളുകൾ ഉണ്ടായാലും ഇപ്പൊ ഒരു സ്ഥാപനത്തില് വളരെ കുറച്ച് സ്റ്റാഫുകളേ ഉള്ളൂ. ആ ഉള്ള ആൾക്കാര് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, നല്ല ഏബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്, നല്ല നോളജബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ഹ്യൂമൻ ക്യാപിറ്റൽ ആയിട്ടാണത്. ചിലപ്പോൾ അത്രയും അതിനേക്കാളും കൂടുതൽ അംഗസംഖ്യ വേറൊരു സ്ഥാപനത്തിൽ ഉണ്ടാവാം. പക്ഷെ അവിടെ ചിലപ്പോ സ്കില്ലുള്ള നോളജുള്ള ഏബിൾ ആയിട്ടുള്ള ആളുകൾ ഇല്ലെങ്കിൽ അവിടെ അത്ര വലിയ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലാവും? അവിടെ എണ്ണത്തിനല്ല പ്രാധാന്യം. ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നോളജ്, എബിലിറ്റി ആൻഡ് സ്കില്ല്. അപ്പൊ അതാണ് റൈറ്റ് ആൻസർ കേട്ടോ. സി ആണ് കേട്ടോ റൈറ്റ് ആൻസർ. ഓക്കെ, നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കൺഫ്യൂഷൻ വരും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ചോദ്യം ശ്രദ്ധിക്കുക. വാട്ട് ഈസ് ദ സജസ്റ്റഡ് ടൈം ഫ്രെയിം ടു അലൗ ഫോർ അഡ്വർടൈസ്മെന്റ് റെസ്പോൺസസ് ടു അട്രാക്ട് എ വൈഡ് റേഞ്ച് ഓഫ് കാൻഡിഡേറ്റ്സ്? ചോദ്യം, വാട്ട് ഈസ് ദ സജസ്റ്റഡ് ടൈം ഫ്രെയിം ടു അലൗ for advertisement responses to attract a wide range of candidates? Option A 1 to 2 days, option B 3 to 5 days, option C 10 to 15 days, option D 1 month. ഏതായിരിക്കും റൈറ്റ് ആൻസർ? പറഞ്ഞോളൂ, ഏതായിരിക്കും? നമ്മൾ ടെക്സ്റ്റ് ബുക്കിന്റെ ബേസ് ചെയ്ത് പഠിച്ചതനുസരിച്ച് സി ആണ് അല്ലെ. 10 to 15 days ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ. ദ ഡോക്യുമെന്റ് സ്പെസിഫൈസ് ദാറ്റ് എ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഫോം, എ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഫോം, അത് ഡബിൾ ഇൻവെർട്ടഡ് കോമയിൽ ഇട്ടേക്കാണ്. ദാറ്റ് ഷുഡ് ബി മെയിൻറ്റൈൻഡ്. വാട്ട് ഈസ് ഇറ്റ്സ് പ്രൈമറി പർപ്പസ്? എന്താണ് അതിന്റെ പ്രൈമറി പർപ്പസ്? ഓപ്ഷൻ എ ടു സെർവ് ആസ് എ ലീഗൽ കോൺട്രാക്ട്, ഓപ്ഷൻ ബി ഫോർ ഈസി ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഷോർട്ട് ലിസ്റ്റിംഗ് വിത്ത് എസെൻഷ്യൽ ഇൻഫർമേഷൻ, ഓപ്ഷൻ സി ടു ബി യൂസ്ഡ് ഫോർ ഓൾ ഗവൺമെന്റ് റിലേറ്റഡ് പേപ്പർ വർക്ക്, ഓപ്ഷൻ ഡി ടു റീപ്ലേസ് ദ നീഡ് ഫോർ എ ഡീറ്റെയിൽഡ് ബയോഡാറ്റ. ഏതായിരിക്കും ആൻസർ വരിക? പറഞ്ഞോളൂ. ഓപ്ഷൻ ബി. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഫോർ ഈസി ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഷോർട്ട് ലിസ്റ്റിംഗ് വിത്ത് എസെൻഷ്യൽ ഇൻഫർമേഷൻ. ഓക്കെ,
അടുത്ത ചോദ്യം, what is the role of the no due certificate during an employee's resignation process? What is the role of no due certificate? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യങ്ങളാണ്. ഡയറക്റ്റ് ആയിട്ട് ടെക്സ്റ്റിൽ അങ്ങനെ ഇന്നതാണ് പർപ്പസ് ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ നമുക്ക് ആ കൺസെപ്റ്റ് മനസ്സിലായാൽ അതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ ഇതാണ്, ഇറ്റ് കൺഫേംസ് ദ എംപ്ലോയി ഹാസ് നോ പെൻഡിങ് വർക്ക്. ഓപ്ഷൻ ബി, ഇറ്റ് ഈസ് എ സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ. ഓപ്ഷൻ സി, ഇറ്റ് കൺഫേംസ് ദ എംപ്ലോയി ഹാസ് റിട്ടേൺഡ് all company property and has no outstanding financial dues. Option D, it is a medical fitness certificate. ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഇത്രയും ഓപ്ഷൻസിൽ C is the right answer. Very good. Padmasri correct ആണ്. It confirms the employee has returned all company property and has no outstanding financial dues. Okay. മനസ്സിലായല്ലോ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഡയറക്റ്റ് ചോദിക്കുന്നതല്ല അതൊന്നും. ഇനി നമ്മൾ പഠിച്ച കുറെ ക്ലോസുകൾ അതിനകത്ത് പറഞ്ഞു പോയിട്ട് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ദ സ്പെസിമെൻ അപ്പോയിന്റ്മെന്റ് ലെറ്റർ, അതായത് നമ്മൾ പഠിച്ച അപ്പോയിന്റ്മെന്റ് ലെറ്ററിന്റെ സ്പെസിമെൻ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരാം. That states that an annual increment of a certain percentage will be considered subject to what? അതിനകത്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് വാർഷിക ശമ്പള വർധനവ് ഉണ്ടാകും. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Option A, company's overall profit. Option B, employees' age. Option C, the satisfaction of the management. And option D, the rate of inflation. ഏതായിരിക്കും റൈറ്റ് ആൻസർ? നിങ്ങൾ പറഞ്ഞോളൂ. ഏതായിരിക്കും? ഏതായിരിക്കും? ഓക്കെ. ഇത് കറക്റ്റ് ആണ് കേട്ടോ. അർഷിത കറക്റ്റ് ആണ്. സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ മാനേജ്മെന്റ് അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത് അല്ലെ ക്ലോസിൽ. ഓക്കെ. അടുത്തത്, വാട്ട് ഈസ് ദ ഫസ്റ്റ് ഐറ്റം ലിസ്റ്റഡ് ഇൻ ദ ഇൻഡെക്സ് ഓഫ് ദ HR മാനുവൽ? ഓപ്ഷൻ എ, വിഷൻ ആൻഡ് മിഷൻ. ഓപ്ഷൻ ബി, എയിംസ് ഓഫ് HR. ഓപ്ഷൻ സി, ഇൻട്രൊഡക്ഷൻ. ഓപ്ഷൻ ഡി, ക്വാളിറ്റി പോളിസി. എന്തായിരിക്കും റൈറ്റ് ആൻസർ? ഏതായിരിക്കും? What is the first item listed in the index of the HR manual? ഏതായിരിക്കും? C, introduction. Okay, very good. Correct ആണ് കേട്ടോ. The process of HR is described as moving from pre-recruitment to what final stage? The process of HR is described as moving from pre-recruitment to one final stage. Option A, retirement. Option B, promotion. Option C, exit interview. Option D, annual appraisal. ഏതായിരിക്കും ആൻസർ വരിക? ഏതായിരിക്കും? ഏതായിരിക്കും? Pre-recruitment to one final stage. Option വേണം. Option A, retirement. Option B, promotion. Option C, exit interview. Option D, annual appraisal. ഏതായിരിക്കും? ഓപ്ഷൻ ഡി അല്ല കേട്ടോ, സി ആണ്, എക്സിറ്റ് ഇന്റർവ്യൂ. എവിടെ വായിച്ചു പോയിട്ടുണ്ട്? നമ്മൾ HR മാനുവലിന്റെ ഭാഗമൊക്കെ പഠിച്ച സ്ഥലത്ത് കുറെ പാരഗ്രാഫിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് HR എന്ന് പറയുന്ന പ്രോസസ്സ് പ്രീ റിക്രൂട്ട്മെന്റിൽ തുടങ്ങി എക്സിറ്റ് ഇന്റർവ്യൂവിൽ അവസാനിക്കുന്നത്. എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് വെച്ചാൽ ജോലി മതിയാക്കി പോകുന്നവരെയുള്ള ആ ഒരു കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കിപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്നും ഇത്രയും ചോദിച്ചതിൽ നിന്നും നിങ്ങളുടെ റെസ്പോൺസിന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനെ പറ്റി വ്യക്തമായൊരു ധാരണ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെയിൻ എക്സാമിന് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട് നിങ്ങളെ പറ്റി. അതാ ഞാൻ പറഞ്ഞത്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടെങ്കിൽ ഫൈനൽ എക്സാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. പിന്നെ ഗൈഡ് ഉണ്ട്, ഗൈഡിലെ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ എന്തായാലും പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഗൈഡ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും കേട്ടോ. ഇത്രയും ക്വസ്റ്റ്യൻസിന് നിങ്ങൾ മനസ്സിലാക്കി ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ ക്വസ്റ്റ്യൻ എന്താ മീൻസ് മെയിൻ എക്സാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ള എനിക്കുണ്ട് കോൺഫിഡൻസ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയാം. എന്താണ്
അപ്പൊ ഞങ്ങൾക്ക് വന്നു തുടങ്ങി, എനിക്ക് വന്നു തുടങ്ങി. ഇപ്പൊ വന്നു തുടങ്ങി. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ദിവസങ്ങളിൽ കുറച്ചുകൂടി ഇന്ന് തന്നെ വായിക്കുക കേട്ടോ. ഇന്ന് തന്നെ വായിച്ച് ഈ കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ടാക്കി എടുക്കണം കേട്ടോ. ഒരിക്കൽ വായിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഇടക്ക്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നല്ല, കുറച്ചു മുന്നേ ഞാൻ വായിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതായിരിക്കും കുറച്ചേലും കിട്ടിയത്. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി എക്സാമിന് കിട്ടുന്ന മാക്സിമം നമ്മുടെ സമയം നമുക്ക് മാക്സിമം എന്താ പറയാ നോക്കാം. ഇനി അടുത്ത ദിവസം വരുമ്പോൾ നിങ്ങൾ 6ാമത്തെ മൊഡ്യൂളിൽ 2 ചാപ്റ്റർ ഞാൻ എടുത്തത്, മെറ്റീരിയൽ മാനേജ്മെന്റും പിന്നെ പേഷ്യൻസ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസ്. അതും ഈ പറഞ്ഞോളം ഫുള്ള് ചിലപ്പോൾ വായിച്ചെത്തിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അത് കുഴപ്പമില്ല, പറ്റുന്ന പോലെ വായിച്ചിട്ട് വരാം കേട്ടോ. നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അത് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം.